പനയോലയിലൊരു കുടിലാണ്, ഭവനങ്ങളിൽ അതിനിധിയാണ്. പടിവാതിൽ ചെറുതടിയാണ്, നബി തങ്ങളുടെ പൂങ്കുടിലാണ്. കനിവാം നബിയോരുടെ ഇരപ്പകലുകൾ കണ്ടേ, ഐറാം സഹബോരുടെ ഇടപെടലുകൾ കണ്ട്, അത് കേട്ട് സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ. അതിർപ്പൂവാം ബിലാലിൻ സ്വരനാദം, യാ റസൂലേ. പനയോലയിലൊരു കുടിലാണ്, ഭവനങ്ങളിൽ അതിനിധിയാണ്. പടിവാതിൽ ചെറുതടിയാണ്, നബി തങ്ങളുടെ പൂങ്കുടിലാണ്. ഒരു നാളിനടയാളം തിരുമേനിയിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണതേ. ഒരു രാവിൽ പശിയാല തിരുനൂറരി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിൻ്റെ കൂടാണതേ. ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ, ഉടയാടയൊന്നും ഉടക്കാത്ത കൂടാ. ഇത്തിരി നരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയാ. ചിത്തിര പൂമുകൾ ചേർക്കാൻ ആ പന വീടിന് കൊതിയാ. ചിരിക്കുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്ന മുത്തുപതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂടെ. മുത്തുപതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂടെ. പനയോലയിലൊരു കുടിലാണ്, ഭവനങ്ങളിൽ അതിനിധിയാണ്. പടിവാതിൽ ചെറുതടിയാണ്, നബി തങ്ങളുടെ പൂങ്കുടിലാണ്. പനിയാറസൂലെന്ന ചൂടേറ്റ ഗേഹം, മലക്കുൽ മൗത്തിൻ്റെ വരവ് കണ്ടപ്പോൾ കിടങ്ങി വേഗം. പതിയെ പിടിക്കൻ റസൂലെന്ന നാദം, മനസ്സിൽ പറഞ്ഞു മലരമുത്തിന് നോക്കിയ വേഗം. ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടോ, ഉടയാട മകളും ഉരുകുന്ന കണ്ടോ. മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീടാ, മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കൈന്നൊരു കൂടാ. വിതുമ്പുന്ന നബിയോരെ തുളുമ്പുന്ന മീനീരെ, ഒപ്പിയെടുത്തൊരു ചുവരാണ സ്വർഗ്ഗക്കൂടെ. ഒപ്പിയെടുത്തൊരു ചുവരാണ സ്വർഗ്ഗക്കൂടെ. പനയോലയിലൊരു കുടിലാണ്, ഭവനങ്ങളിൽ അതിനിധിയാണ്. പടിവാതിൽ ചെറുതടിയാണ്, നബി തങ്ങളുടെ പൂങ്കുടിലാണ്. കനിവാം നബിയോരുടെ ഇരപ്പകലുകൾ കണ്ടേ, ഐറാം സഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അത് കേട്ട് സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ. അതിർപ്പൂവാം ബിലാലിൻ സ്വരനാദം, യാ റസൂലേ. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് അയാഷ് അഹമ്മദ്, ഇംഗ്ലീഷ് സ്റ്റോറി. അയാഷ് അഹമ്മദ്. അതിനുശേഷം സ്റ്റോറി മലയാളം റബാബ്, സിംഗിൾ സോങ് അംന വഫ, സ്റ്റോറി മലയാളം കെൻസ മറിയം,
ആക്ഷൻ സോങ് മലയാളം തെബ്ന ആൻഡ് ടീം. വിദ്യാർത്ഥികൾ തയ്യാറായി നിൽക്കുക. Assalamu alaikum. A little girl had 2 apples. Her mother asked for one. A little girl bet 1 apple and then other apple. Her mother asked a mother back with disappointment. Then the girl handed 2 apples and said, "Here, this is the sweeter one." Moral of the story is, don't just too early. നെക്സ്റ്റ് റബാബ് സ്റ്റോറി മലയാളം. സ്റ്റോറി മലയാളം റബാബ്, പ്ലീസ് വെൽക്കം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ സ്നേഹനിധികളായ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഈ സുന്ദരമായ വേദിയിൽ ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേൾക്കണേ. കുറച്ചു നേരം നിങ്ങളുടെ കണ്ണും കാതും ഞൊട്ടി തിരിക്കണേ. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയ മഹാന്റെ കഥയാണിത്. എൻ്റെ കഥയുടെ പേര് ഹബീബിന് എന്ത് പറ്റി. അതാ കഅബയുടെ പരിസരത്ത് ഒരാൾക്കൂട്ടം. അവിടെ ഗംഭീര പ്രസംഗം നടക്കുകയാണ്. പ്രഭാഷകൻ ആരാന്നറിയാമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുസ്ലിമാർ വെറും 38 പേര് മാത്രമുള്ള സമയമാണിത്. കഅബ നമ്മളേക്ക് ക്ഷണിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗം കേട്ടു കളി മൂത്ത ശത്രുക്കളിലെ പ്രതുബായ എന്ന ദുഷ്യൻ സിദ്ദീഖ് തങ്ങളെ ആന തറച്ച ചെരുപ്പെടുത്ത ആന അടിച്ചു. അടിയുടെ ഊക്കിൽ സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ട് വീണു. വിശ്വാസത്തിന് വിളിച്ച ചൊളിച്ചു നിൽക്കുന്ന ആ സുന്ദരമായ മുഖം വികർത്തമായി. എല്ലാവരും മരിച്ചു പോയി എന്ന് കരുതി ഉച്ചവർ തങ്ങളാകെ വാരെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഉപ്പയും ഉമ്മയും ഒക്കെ വിളിച്ചു നോക്കി. വിളി കേൾക്കുന്നേയില്ല. വൈകുന്നേരമായപ്പോൾ ബോധം തെളിഞ്ഞു. ഉടനെ ചോദിച്ചു, എൻ്റെ ഹബീബോടെ, എൻ്റെ ഹബീബിന് എന്ത് പറ്റി? ബേജാറോടെ നോക്കി നിൽക്കുന്ന കുടുംബക്കാർക്ക് അത് അത്ര രസിച്ചില്ല. അവൾ പലതും പറഞ്ഞു നോക്കി. ഞാൻ സമ്മതിച്ചില്ല. എൻ്റെ ഹബീബിനകത്ത് ഞാൻ ഭക്ഷണം കഴിക്കില്ല. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഹമിൽ രക്ഷിതനായി ഉണ്ടെന്ന് വിവരം കിട്ടിയതോടെ ആ നോട്ട് എടുത്തു കൊണ്ടുപോയി. അവിടുന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എനിക്ക് ചെറിയ മുറി മാത്രമേ ഉള്ളൂ. അങ്ങക്ക് എന്തേലും പറ്റിയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നെക്സ്റ്റ് അംന വഫ സിംഗിൾ സോങ്. അംന വഫ.